ഹലോ ഗുസ്, അപ്പോൾ ഇതുപോലത്തെ ഒരു ഇഫ്താർ മീറ്റിൻ്റെ വീഡിയോ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ആക്കാമെന്നാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വേറൊരു വീഡിയോ ചെയ്തിട്ടായിരുന്നു ഇഫ്താർ മീറ്റിൻ്റെ. അപ്പോൾ അത് കാണാത്തവരെ പോയി കാണാം. പക്ഷേ ഇതിൻ്റെ വേറൊരു വീഡിയോ ഇഫ്താർ മീറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കാണുന്നില്ലേ റംലാൻ കരീം എന്ന് അറബിയിൽ എഴുതി വെച്ചിട്ട് കൂട്ടക്ഷരത്തിൽ. അപ്പോൾ റംലാൻ കരീം എന്ന് പോലെ അത് വീഡിയോയിൽ എങ്ങനെ എഴുതിയതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെക്കുന്നത്. അതുപോലെ ഫസ്റ്റ് വീഡിയോ ഏത് എവിടെയാണോ ഒക്കെ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ വീഡിയോ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ മറിച്ചിട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ സബ് അവിടെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഒരു 6 ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതിൽ ഏതൊരു വീഡിയോ ഇടുക, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ ഫ്രൂട്ട്സ് കട്ടിങ് വീഡിയോ ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. രണ്ടാമത്തെ ക്ലിപ്പ് ഒരു ലൈറ്റിംഗ് കാണിക്കാൻ വെക്കുന്ന ഒരു വീഡിയോ അത്. എന്നിട്ട് നിങ്ങൾ എല്ലാ വീഡിയോയിലും നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിലായിട്ടുള്ള കുറച്ച് സ്ലോമോ ഫാസ്റ്റ് മൂഡിങ് കൊടുത്ത് നിങ്ങൾ വീഡിയോ സ്മൂത്തായി കൊടുക്കുക. അപ്പോൾ നിങ്ങളെ വീഡിയോ എല്ലാ വീഡിയോ ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിലാക്കിയിട്ട് ഫുള്ളായിട്ടാക്കി കൊടുക്കുക. കുറച്ച് വീഡിയോ കാണിക്കുക ഞാനിതവിടെ സ്മൂത്ത് സ്ട്രോങ് ആക്കി കഴിഞ്ഞ് ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അടിയിൽ റംലാൻ കരീം നേടുകയാണല്ലോ. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ പിക്സാർട്ട് എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളർ എടുത്ത് അവിടെ ആക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു സെർച്ച് ബട്ടണിൽ പോയിട്ട് റംലാൻ കരീം സെർച്ച് ചെയ്ത് കൊടുക്കാം. റംലാൻ കരീം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഓരോ ഫോട്ടോ കാണിക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. ഇതിൽ ഇഷ്ടങ്ങൾ കൂടുതലുണ്ടാകും. പക്ഷെ നമ്മൾ റംലാൻ കരീം എന്നുള്ള എഴുതിയത് കുറച്ച് അറബി അക്ഷരത്തിലുള്ളത് കുറച്ച് കണ്ടുപിടിക്കണം. തപ്പിയാലേ കിട്ടും, ഇതിന് വേഗം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇത് എടുത്ത് നിങ്ങൾ ജസ്റ്റ് പിക്സാറിന് സേവ് ആക്കാം. സേവ് ആക്കി കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ ക്യാപ്കട്ടിലേക്ക് കയറാം. ക്യാപ്കട്ട് കയറിയിട്ട് നമുക്കിനി മാസ്കിംഗ് ആണ് വേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ക്യാപ്കട്ടിൽ തന്നെ എടുക്കുന്നതാണ് ഞാൻ. അഥവാ എനിക്ക് ബ്ലാക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അയക്കാനും മതി. അപ്പോൾ ഇവിടെ ബ്ലാക്കിൻ്റെ ഒരു വീഡിയോ ആണ് 6 സെക്കൻഡ് ഉള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ആക്കി കൊടുക്കാം. ബ്ലാക്ക് എന്നിട്ട് നിങ്ങളെ വീഡിയോ ഫുൾ എവിടത്തം വരെ ഉണ്ട് അവിടത്തം വരെ ഫുള്ളാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ ആക്കാം. ഫുൾ സൂം ആക്കി കൊടുക്കുക. നമ്മുടെ വീഡിയോനനുസരിച്ചിട്ടുള്ള ഫുള്ളായിട്ട് കിട്ടേണ്ടതായിട്ടാണ്. ഫുൾ കുറച്ച് സൂമും ആക്കിയിട്ട് നിങ്ങൾ മാസ്കിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ബ്ലാക്ക് ഷെയ്ഡ് പോലത്തെ സംഭവം നമ്മൾ ഫുൾ വീഡിയോയിൽ അങ്ങനെ ആക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ആക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ റംലാൻ കരീം എന്ന് പറയുന്ന ആ എഴുത്ത് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മേലിൽ ആഡ് ചെയ്യുക, അതുപോലെ താഴെയും ആഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ താഴെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്യുന്നതാണ് ബ്ലാക്ക് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഫുൾ അധികം വീഡിയോ നോക്കുമ്പോൾ അടിയിൽ ചെറിയ ബ്ലാക്ക് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ അടിയിലാണ് വരുന്നത്, കുറച്ച് വലുതായി കൊടുക്കുന്നതാണ് വരുന്നത്. അപ്പോൾ ഇഫ്താർ മീറ്റിൻ്റെ സോങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയതിനാൽ 2 മാസം വരെ എനിക്ക് അതിൽ ലിങ്ക് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനൽ ജസ്റ്റ് ജോയിൻ ആക്കിയോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് ബെല്ലും കൂടെ അടിച്ച് മേടിച്ചേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ക്യാപ്കട്ട് പ്രോൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ വീഡിയോക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ഷമിക്കുക. നമ്മളെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പകുതിയൊന്നും ആക്കാൻ പറ്റില്ല.
നമുക്ക് ചില ഭാഗമൊന്നും റെക്കോർഡാക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഫോൺ ചെറിയ ഹാങ്ങായതുകൊണ്ട് അങ്ങനെ റെക്കോർഡിങ് അങ്ങനെ ഫുൾ ടൈം ഓൺ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ജസ്റ്റ് പറഞ്ഞവരുടെ ഭാഗം മാത്രം ജസ്റ്റ് റെക്കോർഡാക്കി എടുക്കുന്നതാണ്. ഇപ്പോഴത്തെ വീഡിയോ എന്തുകൊണ്ട് ക്ഷമിക്കാം. അടുത്ത വീഡിയോ കാണാം.